നമുക്ക് ആന്റണി സജീവമായ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ആന്റണി എന്ന് പറയുന്നത് പലപ്പോഴും ഒരു അവസാന വാക്കായി. ഇപ്പോൾ അതുപോലൊരു AK ആന്റണി നമ്മുടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്നു എന്ന് പറയുന്നു. എന്തൊക്കെയാണ് താങ്കളുടെ വിശദാംശങ്ങൾ? അത് ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആകെ നാശകോടാലിയായ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനെല്ലാം കഴിഞ്ഞ് എല്ലാം നാല് വഴിക്കായി എല്ലാവരും ഒത്തുതീർപ്പ് വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം ഏതാണ്ട് 92 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതില് സിംഹഭാഗവും KC വേണുഗോപാൽ അനുകൂലികളാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അപ്പൊ അതില് അത്യാവശ്യം തട്ടുകേടില്ലാണ്ട് പോയത് പഴയ ഗ്രൂപ്പാണ്. പഴയ ഗ്രൂപ്പ്, ഇപ്പൊ ഗ്രൂപ്പ് ഇല്ല. വാസ്തവം പറഞ്ഞു, ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം ഗ്രൂപ്പിനൊരു നേതൃത്വമില്ല. പിന്നെ അവരെ ഒരു കൂട്ടായ്മയായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷെ അവര് ഏറിയ പങ്കും KC വേണുഗോപാൽ അനുകൂലികളാണ് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ പഴയ വിശാല ഗ്രൂപ്പ് എന്നുള്ളത് ഇപ്പൊ ലോപിച്ച് രമേശ് ചെന്നിത്തല അനുകൂലികൾ എന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. വിശാല ഗ്രൂപ്പിലെ കുറച്ച് പേരും KC വേണുഗോപാൽ പക്ഷത്തേക്ക് കൂറുമാറി. ഇപ്പോ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വന്നപ്പോ കക്ഷിനില, അങ്ങനെ പറയാം, 92 നിലയിലെ കക്ഷിനില ഗ്രൂപ്പ് 21, ചെന്നിത്തല വിഭാഗത്തിന് 16, VD സതീശൻ അനുകൂലികൾ 8, ഒന്നിലും പെടാത്ത ഒരു 9 പേര്. ബാക്കി അവശേഷിക്കുന്നതെല്ലാം KC വേണുഗോപാൽ അനുകൂലികളാണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന പൊതുയോഗത്തിലേക്ക് പ്രസംഗിക്കാൻ വരുന്ന KC വേണുഗോപാലിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പൊ അതില് ലീഡർ KC വേണുഗോപാൽ എന്നാണ് വേണുഗോപാലിനെ സംബോധന ചെയ്തിരിക്കുന്നത്. ലീഡറായി കഴിഞ്ഞു. ആന്റണി അല്ലല്ലോ, ലീഡറാണല്ലോ. ആന്റണി അല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഒരേ ഒരു ലീഡറേ ഉള്ളൂ. അത് ആന്റണി അല്ല, അത് K കരുണാകരനാണ്. K കരുണാകരനെ കിങ് മേക്കർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു K കരുണാകരൻ. അതിനുശേഷം അങ്ങനെയൊക്കെ തന്നെ. അപ്പോ ഏതെങ്കിലും ഒരു സ്ഥാനമാണ് പിൽക്കാലം ഇപ്പോ അവിടെ ഗാന്ധി കുടുംബത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ജനാർദ്ദൻ പൂജാരി അല്ല, നേരത്തെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം ഇപ്പോൾ KC വേണുഗോപാൽ. അതിപ്പോ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നെങ്കിലും ചിലര് വിശേഷിപ്പിക്കുന്ന അടുക്കള ഭരണം KC വേണുഗോപാലിനാണെന്നൊക്കെയാണ് ആക്ഷേപം. എന്തോ ആയിക്കോട്ടെ. അപ്പൊ നിലവില് അന്നത്തെ കാലത്ത് K കരുണാകരൻ എന്ന് പറഞ്ഞ ഒരു കിങ് മേക്കർ ആയിരുന്നു. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലുടനീളം സ്ഥാനമോഹികളായിട്ടുള്ള ആളുകൾ ആദ്യം ഉപദേവതയെ പൂജിക്കണം, അതിനുശേഷം മുഖ്യ പ്രതിഷ്ഠയെ പൂജിക്കണം. അതായിരുന്നു അവസ്ഥ. K കരുണാകരന്റെ പ്രീതി സമ്പാദിക്കുക എന്നുള്ളതായിരുന്നു ആദ്യ പടി. അങ്ങനെ K കരുണാകരൻ അത്രയ്ക്ക് ഒരു ഹോൾഡ് ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ലീഡർ എന്ന വിശേഷണം വന്നത്. ആ ഒരു വിശേഷണം KC വേണുഗോപാലിന് എടുത്ത് കൊടുത്തിരിക്കുകയാണ്. പക്ഷെ KC വേണുഗോപാൽ ലീഡർ K കരുണാകരനോട് മറ്റേ ഉപ്പും ഉപ്പിലിട്ടതും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഒരിക്കലും K കരുണാകരന്റെ അത്ര ഒരു പവർഫുൾ ലീഡറാണോ KC വേണുഗോപാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം അദ്ദേഹം പല സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഏറ്റെടുത്ത് ചിലതൊക്കെ വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റി, ചിലതെല്ലാം അമ്പേ പാളിപ്പോയി. ഒരു സമഗ്രമായിട്ട് കോൺഗ്രസിനെ കൈവെള്ളയിൽ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു പ്രാപ്തനായ നേതാവായിട്ട് KC വേണുഗോപാൽ മാറിയോ എന്ന് സംശയമാണ്. അത്യാവശ്യം ഉള്ളതിൽ ഭേദം എന്ന നിലയിൽ കേരളത്തില് അദ്ദേഹത്തിന് പലതിലും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇനി നമ്മുടെ ആശങ്ക ഇപ്പോ എന്തുകൊണ്ട് ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് K സുധാകരനും VD സതീശനും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ AICC ആസ്ഥാനത്ത് ഇത്ര വലിയ പുകിലുണ്ടാക്കി എന്നുള്ളതിന് ഉത്തരവും ഇപ്പോ ഈ പറയുന്ന വീതം വെപ്പിൽ കൃത്യമാണ്. കാര്യം KC വേണുഗോപാൽ അനുഭാവികളാണ് ഏറിയ പങ്കും ഉള്ളത്. അപ്പൊ ഈ MP മാരടക്കമുള്ളവർ പലരും മത്സരിക്കണമെന്നും പറഞ്ഞ് പിടിവാശി വെച്ചതിന്റെ പിന്നിലും വാസ്തവത്തിൽ ഈ ആശങ്കയാണോ എന്നുള്ളതാണ് നമ്മുടെ വരുന്നത്. കാര്യം KC വേണുഗോപാൽ ഒരു നിർണായക ഘടകമാണ്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന UDF അധികാരത്തിൽ വരാൻ സാധ്യത വളരെ കുറവാണെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ. എന്നിരുന്നാലും ഒരു നേരിയ സാധ്യത UDFന് ഇപ്പോഴും ഉണ്ട് അധികാരത്തിൽ വരാൻ. പിണറായി വിജയന് തന്നെയാണ് ഇപ്പോഴും സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെ UDF അധികാരത്തിൽ വരുന്നൊരു സാഹചര്യമുണ്ട്, ഉറപ്പായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വലിയ തർക്കമുണ്ടാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, ഉമ്മൻചാണ്ടിയാണോ രമേശ് ചെന്നിത്തലയാണോ, ഏതായാലും വന്നില്ല. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും ത്യജിക്കേണ്ടി വന്നു. VD സതീശൻ പ്രതിപക്ഷ നേതാവായി. ഇപ്പോ
ജാഥ നയിക്കുന്നത് വി ഡി സതീശനാണോ രമേശ് ചെന്നിത്തലയാണോ എന്നതുപോലും സംശയത്തിൽ നിൽക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രമേശ് ചെന്നിത്തലയാണോ വി ഡി സതീശനാണോ എന്നുള്ളതും ആശങ്കയിൽ നിൽക്കുന്നു. കെ സുധാകരൻ മത്സരിക്കാൻ വന്നിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കെ സുധാകരനും മുഖ്യമന്ത്രി കുപ്പായം റെഡിയാക്കി വെച്ചേനെ. അപ്പൊ ഇങ്ങനെ ഒരു വലിയ ഒരു തർക്കം ഉണ്ടായാൽ ഒരു തർക്ക പരിഹാര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ ഇവിടെ മുഖ്യമന്ത്രിയെ അവതരിപ്പിക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നെയാണ് ഈ പല MP-മാരും കാലേ കൂട്ടി അങ്കിൽ ഞങ്ങൾ നേരത്തെ മത്സരിച്ചേക്കാം, ഞങ്ങൾ മത്സരിച്ച് ജനപ്രതിനിധിയായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഹൈക്കമാൻഡിൽ നിന്ന് ഒരാളെ എഴുന്നള്ളിക്കേണ്ട ആവശ്യമില്ല എന്നും നമ്മൾ ആ ഒരു കണക്കൂട്ടിൽ തന്നെയാണ് ഈ അടി മുഴുവൻ നടന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസ് KC വേണുഗോപാലിന്റെ പോക്കറ്റിലായി എന്നുള്ളതാണ് ഈ പൊതുവിൽ ഈ സ്ഥാനാർത്ഥി നിർണയമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് വീതം വെക്കലിൽ നമ്മൾ പൊതുവിൽ വായിച്ചെടുക്കേണ്ടത്. അപ്പം KC വേണുഗോപാലാണ് ഇപ്പോൾ പുതിയ ലീഡർ അല്ലേ കാര്യങ്ങളിലെല്ലാം? ലീഡർ എന്ന വാക്ക് അത് സമഗ്ര അർത്ഥത്തിൽ ആ ഒരു വിശേഷണം KC വേണുഗോപാൽ അർഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാവുകയാണ്. കാരണം നമ്മുടെ കോൺഗ്രസിന്റെ ഒരു രീതി അറിയാമല്ലോ, ഹൈക്കമാൻഡിനോട് ഒട്ടി നിൽക്കുന്ന ആരാണോ അവരെ പരമാവധി തൃപ്തിപ്പെടുത്തുക, എങ്കിലേ തങ്ങൾക്ക് സുഗമമായ രീതിയിൽ ഈ വീതം വെപ്പില് സ്ഥാനമാനങ്ങൾ കിട്ടുള്ളൂ. അതിപ്പോ സംഘടനാ ഭാരവാഹിത്വം ആയാലും ശരി, സീറ്റ് ആയാലും ശരി, തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് നിലവിൽ അധികാര കേന്ദ്രം അല്ലെങ്കിൽ കുറച്ചുകൂടി രാഹുൽ ഗാന്ധിയോടോ അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയോടോ അടുത്ത് നിൽക്കുന്നയാൾ നിലവിൽ KC വേണുഗോപാലാണ് എന്ന് വെച്ചുകൊണ്ട് KC വേണുഗോപാലും ലീഡർ K കരുണാകരനും ഒരേ പദവികൾ അല്ലെങ്കിൽ ഒരേ എന്താ പറയുക സ്ഥാനമാനങ്ങൾ അർഹിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനയാട് അന്തരം K കരുണാകരനും KC വേണുഗോപാലുമായിട്ടുണ്ട്. കാരണം നമുക്കറിയാമല്ലോ, അടിയന്തരാവസ്ഥ കാലം കോൺഗ്രസിന്റെ ഏറ്റവും ദുർബലാവസ്ഥയിൽ കേരളത്തിൽ കോൺഗ്രസിനെ നയിച്ച ആളാണ് K കരുണാകരൻ. അവിടെ നിന്നാണ് കോൺഗ്രസിനെ കെട്ടിപ്പടുത്ത് ഇങ്ങോട്ട് എത്തിച്ചത്. K കരുണാകരന്റെ വാക്കിന് എതിർവാക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് അതല്ലല്ലോ കോൺഗ്രസിന്റെ സ്ഥിതി. പരസ്യ പ്രസ്താവനകൾ നടത്തുക, പരസ്യമായി വിഴുപ്പലക്കൽ നടത്തുക. അപ്പൊ അതിന്റെ ഒരു വശത്ത് കുറച്ചുകൂടി പവർഫുൾ ആള് എന്ന നിലയിൽ മാത്രമാണ് KC വേണുഗോപാലിനെ അടയാളപ്പെടുത്താനാകുക. അല്ലാണ്ട് KC വേണുഗോപാൽ ലീഡറാണ് എന്ന തരത്തിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് ഉൾക്കൊള്ളാൻ കേരളത്തിലെ ഒരുവിധപ്പെട്ട കോൺഗ്രസ്സുകാരൊന്നും തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. പക്ഷേ KC വേണുഗോപാലിന്റെ ഒരു അഡ്വാൻറ്റേജ്, അദ്ദേഹം ഈ നെഹ്റു കുടുംബത്തിന് പ്രിയപ്പെട്ടതാണ്. ഈ ഇപ്പോൾ നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കോ അല്ലെങ്കിൽ വി ഡി സതീശൻ കേരളത്തിൽ ഒതുങ്ങിയ രാഷ്ട്രീയക്കാരനാണ്. ഇവർക്കൊന്നും കഴിയാത്തത്ര ഒരു ആക്സസ് ആ കുടുംബത്തിലെ രാഹുൽ ഗാന്ധിയുമായിട്ടും പ്രിയങ്കയുമായിട്ടും ഒക്കെ നേടാൻ കഴിഞ്ഞതിന്റെ പിന്നിലുള്ള രഹസ്യം ചുരുക്കം ഇത്രേ ഉള്ളൂ. ഏറ്റവും നന്നായിട്ട് പാദസേവ ചെയ്യുക. ഏറ്റവും നല്ല പാദസേവകൻ ആരാണോ, അത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ടല്ലോ, ഏറ്റവും മിടുക്കനായിട്ട് പെട്ടിപിടിക്കുന്നയാൾ ഏറ്റവും വിശ്വസ്തൻ. അപ്പോ ഏതൊക്കെയോ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി KC വേണുഗോപാൽ മാറിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതിപ്പോ അദ്ദേഹത്തിന്റെ നേതൃപാടവം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. ഏറ്റവും നന്നായിട്ട് അദ്ദേഹത്തെ സ്വാധീനിക്കാൻ പറ്റിയ ആൾ എന്ന നിലയിൽ മാത്രമാണ്. പല സ്ഥാപനങ്ങളിലും നടക്കുന്ന പോലെ. അതെ, അത്രേ ഉള്ളൂ. ഏതായാലും കേരളത്തില് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു അധികായൻ K കരുണാകരന് ശേഷം അല്ലെങ്കിൽ AK ആന്റണിക്ക് ശേഷം നയിക്കാനുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പറഞ്ഞാൽ, ഒരു നേതാവ് പറഞ്ഞാൽ അത് കേട്ട് എല്ലാ പ്രതിഷേധങ്ങളും വേണ്ടാന്ന് വെച്ച് ആ നേതാവിന് കീഴ്പ്പെടാൻ അത്രയ്ക്കൊരു പവർഫുൾ ആയിട്ടുള്ള നേതാവ് വാസ്തവത്തിൽ ഇപ്പോ കേരളത്തിലില്ല. അപ്പൊ ആ ഒരു സ്പേസ് ഒഴിച്ചിട്ടിട്ടുണ്ട്. ഒരു പക്ഷേ KC വേണുഗോപാൽ കുറച്ച് കഴിഞ്ഞ് കേന്ദ്രത്തിലെ AICCയിലെ പണിയെല്ലാം നിർത്തി കേരളത്തിലേക്ക് വന്ന് ആ ഒരു സ്ഥാനത്തേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.